എല്ലാവർക്കും നമസ്കാരം. +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ പഠിച്ച് മർച്ചൻ്റ് നേവിയിൽ ഡെക്ക് ഓഫീസർ ആവാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കോഴ്സ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണ്. മർച്ചൻ്റ് നേവി കോഴ്സുകൾ പഠിച്ചതിന് ശേഷം ജോലി കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിന് മാത്രമാണ് നല്ല കമ്പനികൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ സ്പോൺസർഷിപ്പ് എക്സാം നടത്തി അവർക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് മർച്ചൻ്റ് നേവി കോഴ്സുകളിൽ വെച്ച് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കോഴ്സിനെ ഏറ്റവും നല്ല കോഴ്സാക്കുന്നത്. 2024 നല്ല ഷിപ്പിംഗ് കമ്പനീസ് നടത്തുന്ന ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് സ്പോൺസർഷിപ്പ് എക്സാമിൻ്റെ ആപ്ലിക്കേഷനെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ സിനർജി മാരിടൈം നടത്തുന്ന അവരുടെ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് സ്പോൺസർഷിപ്പ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമെൻസ് ഡയറിയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 1, 1999 ശേഷം ജനിച്ചവർക്കാണ് സിനർജി നടത്തുന്ന ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ കിട്ടുന്നതാണ്. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സിനർജി ഗേൾ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഒരു ഗേൾ കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാനുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിൽ മിനിമം 60% മാർക്ക് സ്കോർ ചെയ്യണമെന്നതും ഓവറോളിൽ +2ൽ മിനിമം 60% സ്കോർ ചെയ്തിട്ടുണ്ടാവണമെന്നതും ഇംഗ്ലീഷിൽ 10th +2 50% കുറയാതെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവണം എന്നതുമാണ് മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ. 2024 +2 എക്സാം അപ്പിയർ ചെയ്യുന്നവർക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ +2ലെ നിങ്ങളെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് മാത്രം. ഈ പറഞ്ഞ ക്രൈറ്റീരിയകൾ കൂടാതെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET എൻട്രൻസ് എക്സാം നിങ്ങൾ പാസ്സാവണം എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ ലെവലിൽ ഓൺലൈനായിട്ടാണ് സിനർജി എൻട്രൻസ് എക്സാം നടത്തുന്നത്. സിനർജി അസൈൻ ചെയ്യുന്ന എൻട്രൻസ് എക്സാം സെൻറ്ററുകളിലായിരിക്കും നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ ഒരു എൻട്രൻസ് എക്സാമിൽ 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. 100 ക്വസ്റ്റ്യൻസ് നോളജ് ബേസ്ഡ് ആയിരിക്കും, ബാക്കിയുള്ള 100 ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. +1, +2 CBSE സിലബസിൽ നിന്ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ആണ് നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു എൻട്രൻസ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് 1 മാർക്കും നിങ്ങൾ റോങ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് 0.25 നെഗറ്റീവ് മാർക്കിങ്സും ഉണ്ടാവുന്നതാണ്. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസിന് മാർക്കിങ്സ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻട്രൻസ് എക്സാം പാസ്സായവർക്ക് ഇൻ്റർവ്യൂ, മെഡിക്കൽ ടെസ്റ്റും നടത്തിയതിന് ശേഷമാണ് സിനർജി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന കാര്യം നിങ്ങളുടെ ഫൈനൽ സെലക്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തതിന് ശേഷം അപ്പിയർ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. മർച്ചൻ്റ് നേവി ഇൻ്റർവ്യൂകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. NCCയുടെ A-B-C സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സ്റ്റേജിൽ പ്രിഫറൻസ് കിട്ടും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ NCC സർട്ടിഫിക്കറ്റൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതാൻ ഓർക്കേണ്ടതാണ്. ക്ലോസ് റിലേറ്റീവ്സ് ആരെങ്കിലും സിനർജിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ റെഫറൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സ്റ്റേജിൽ പ്രിഫറൻസ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന്. ഏതെങ്കിലും തരത്തിലുള്ള റെഫറൻസ് ഒന്നും ഇല്ലാതെ ഈ ഒരു എൻട്രൻസ് എക്സാം പാസ്സാവാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കപ്പലുകളിൽ കൂടുതലും യാതൊരു തരത്തിലുള്ള റെഫറൻസും ഇല്ലാത്ത ആൾക്കാരെയാണ് ഞാൻ കാണാറുള്ളത്. നിങ്ങളെപ്പോലെ DNS കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ആ ഒരു ഗ്രൂപ്പ് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനർജി നടത്തുന്ന സ്പോൺസർഷിപ്പ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ് 4th April 2024 ആണ്.
ആ ഒരു ഡേറ്റിന് മുന്നേ നിങ്ങൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും പറയാനുള്ളത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.